ക്യാമ്പസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മളൊരു PYQ ഡിസ്കഷൻ സീരീസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നെറ്റ് മലയാളം 2025 ജൂണിൽ നടന്ന നെറ്റ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കഷൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 10 ചോദ്യങ്ങൾ വീതമുള്ള ഒരു ഡിസ്കഷൻ സീരീസ് ആയിരിക്കും ഇത്. അതിലെ ആദ്യത്തെ സെക്ഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, നെറ്റ് മലയാളം പോലുള്ള ഒരു പരീക്ഷയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം പോരാ, എത്ര സമയമെടുത്ത് പഠിക്കുന്നുവോ അതിന്റെ ഇരട്ടി സമയം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ റിവിഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് എന്ത്? PYQ ഡിസ്കഷൻ എന്നുള്ളത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ 10 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി, 10ൽ എത്ര സ്കോർ നിങ്ങൾക്ക് നേടി എന്നുള്ള കാര്യവും ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. എപ്പോഴും ഒരു PYQ ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, എന്തുകൊണ്ട് ആ ഉത്തരം വന്നു, മറ്റ് ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇനി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഒരു ചേരുംപടി ചേർക്കലാണ്. അപ്പൊ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് എന്ത്? ചേരുംപടി ചേർക്കുക എന്നുള്ളത്. അപ്പൊ നോക്കൂ, ആദ്യത്തെ ചോദ്യം തന്നെ എന്താണ്? നമ്മുടെ വിമർശനത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. കൃതിയുടെ പേര്, അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ആദ്യത്തെ പട്ടിക 1 കൃതികളും പട്ടിക 2 എഴുത്തുകാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. ആധുനികതയുമായി ബന്ധപ്പെട്ടിട്ട് വിമർശന രംഗത്തുണ്ടായിട്ടുള്ള കൃതികളുടെ പേരാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആധുനികതയുടെ കുറ്റസമ്മതം, ആധുനികതയുടെ മധ്യാഹ്നം, ആധുനികതയുടെ പിന്നാമ്പുറം, എന്താണ് ആധുനികത? അപ്പുറത്തെ എഴുത്തുകാരെയും കൊടുത്തിരിക്കുന്നു. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ഒന്ന് തെരഞ്ഞെടുത്ത എല്ലാവരും. ആവണി ഓപ്ഷൻ 1 ആൻസർ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് ഉത്തരം പറഞ്ഞ വേഗത്തിലാകട്ടെ. ആധുനികതയുടെ കുറ്റസമ്മതം ആരുടെ കൃതിയാണ്? ആധുനികതയുടെ മധ്യാഹ്നം. ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് ആധുനികതയുടെ മധ്യാഹ്നം എന്നുള്ള കൃതി. നമുക്ക് പരിചിതരായിട്ടുള്ള ആളുകളുടെ പേരാണ് നരേന്ദ്രപ്രസാദ്, M മുകുന്ദൻ, P പവിത്രൻ, P രവീന്ദ്രൻ. ആവണി 1 എന്ന് പറയുന്നുണ്ട്, ഹരീഷ്മ ടീച്ചർ 1 എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് ഉത്തരം പറഞ്ഞാൽ വേഗം ആയിക്കോട്ടെ. നന്ദകൃപ, റിൻസിയ, ഹരീഷ്മ ടീച്ചറെ, ദീപ ടീച്ചർ, അഞ്ജന, ആൽവിൻ, എല്ലാവരും ഓപ്ഷൻ 1. നോക്കൂ, ആധുനികതയുടെ കുറ്റസമ്മതം ആരുടെ കൃതിയാണ് മക്കളെ? ആധുനികതയുടെ കുറ്റസമ്മതം ആരുടെ കൃതിയാ? ഏതാണ് ആധുനികതയുടെ കുറ്റസമ്മതം ആരുടെ കൃതിയാണ്? പറഞ്ഞ ആധുനികതയുടെ കുറ്റസമ്മതം ആരുടെ കൃതിയാ? എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് ആധുനികതയുടെ കുറ്റസമ്മതം. P പവിത്രന്റെ കൃതിയാണ്, അല്ലെ? P പവിത്രന്റെ കൃതിയാണ് ഇത് ആധുനികതയുടെ കുറ്റസമ്മതം എന്നുള്ളത്. അപ്പൊ A3 ആണ് എന്നുള്ളത് കിട്ടിയാൽ തന്നെ നമ്മൾ എപ്പോഴും ചേരുംപടി ചേർക്കൽ ചെയ്യുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. A3 എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയാൽ അതൊഴികെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ട് നേരെ പോയിട്ട് ബബിൾ ചെയ്യാനോ, സോറി ഇത് ബബിളിംഗ് എക്സാം അല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നേരെ പോയിട്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത്, ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ, ഓപ്ഷൻ 3 ആണെന്ന് കിട്ടി നമുക്ക്. സോ ബാക്കിയുള്ളത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? എലിമിനേറ്റ് ചെയ്യാണ്. A or 4 അല്ല, സോറി, ഓപ്ഷൻ 1 or 4 ആണ് ആൻസർ എന്നുള്ളതിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ആധുനികതയുടെ കുറ്റസമ്മതം ആരുടേതാണ്? P പവിത്രന്റേതാണ്. ഓപ്ഷൻ ബിയിലേക്ക് കടക്കാണ്. ഓപ്ഷൻ ബി അല്ല, B. ആധുനികതയുടെ മധ്യാഹ്നം ആരുടെ കൃതിയാ? ആധുനികതയുടെ മധ്യാഹ്നം ആരുടെ കൃതിയാണ്? പറഞ്ഞേ, ആധുനികതയുടെ മധ്യാഹ്നം. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നിരൂപകനും നടനും കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. ആരാണ് അദ്ദേഹം? ആരാണ്? ആധുനികതയുടെ മധ്യാഹ്നം R നരേന്ദ്രപ്രസാദ് ആണ്, അല്ലെ? അപ്പോ B1 ആണ് എന്ന് കിട്ടി. ഇവിടെ B4 ആണ് കിടക്കുന്നത്. അപ്പൊ 4ഉം നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഇത് ഓപ്ഷൻ 1 ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ദെൻ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ആധുനികതയുടെ പിന്നാമ്പുറം. ആധുനികതയുടെ പിന്നാമ്പുറം ആരുടേതാണ്? C4 ആണ്. P രവീന്ദ്രന്റേതാണ് ആധുനികതയുടെ പിന്നാമ്പുറം. അപ്പൊ എന്താണ് ആധുനികത? ആരുടേതായിരിക്കും? എന്താണ് ആധുനികത? M മുകുന്ദന്റേതാണ്, അല്ലെ? അപ്പൊ A3 B1 C4 D2 എന്നുള്ളതാണ് ആൻസർ. ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ആണ്, അല്ലെ? ഇത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതിയോ? പറ്റില്ല, എന്തായാലും പറ്റില്ല.
A3 ആണ് എന്ന് പറഞ്ഞു. ആധുനികതയുടെ കുറ്റസമ്മതം പി പവിത്രമാഷിന്റേതാണ് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന കൃതികളൊക്കെ ഒന്ന് പറഞ്ഞേ, പഠിച്ചേക്കണം. ഇനി അടുത്ത പ്രാവശ്യം ചിലപ്പോൾ വേറൊരു കൃതിയായിരിക്കും ചോദിക്കുക. പറഞ്ഞേ, പവിത്രമാഷിന്റെ മറ്റു കൃതികള്. ആശാൻ കവിത, ആധുനികാനന്തര പാഠങ്ങൾ, പവിത്രമാഷിന്റെ ഏതാണ് അല്ലെ. MN വിജയൻ എന്ന കേരളീയ ചിന്തകൻ, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം അല്ലെ, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം. ആശാൻ കവിത, ആധുനികാനന്തര പാഠങ്ങളുണ്ട്, പ്രണയരാഷ്ട്രീയം, ആശാൻ കവിതാ പഠനങ്ങൾ. ആ ഒരു കൃതിയും ആരുടേതാണ്? പവിത്രമാഷിന്റേതാണ് അല്ലെ. പിന്നെ കോളനിയാനന്തരവാദം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഭൂപടം തലതിരിക്കുമ്പോൾ, എന്താണ് ഭൂപടം തലതിരിക്കുമ്പോൾ എന്നുള്ള പഠനം? നോവൽ പഠനമാണ്. ദേശഭാവനയുടെ ഭാഷാ രാഷ്ട്രീയം, മതമല്ല ഭാഷയാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൃതി 2023 സമകാലികമായിട്ട് ഇറങ്ങിയ കൃതിയാണ്. അഭിമുഖാന്വേഷണങ്ങൾ എന്നുള്ള 2024 ഇറങ്ങിയ ഒരു കൃതിയുമുണ്ട്. ആരുടെ? പി പവിത്രന്റെ പ്രധാനപ്പെട്ട കൃതികൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു പക്ഷെ എന്തായിരിക്കും, അതിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക. പി പവിത്രൻ. ദെൻ നരേന്ദ്രപ്രസാദ്, അലഞ്ഞവർ അന്വേഷിച്ചവർ, അത് അദ്ദേഹത്തിന്റെ നോവലാണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതും ഈ സമയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൗഭർണിക, എന്താണ്, ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ആർ നരേന്ദ്രപ്രസാദിന്റെ സൗഭർണിക? പറഞ്ഞേ, ആർ നരേന്ദ്രപ്രസാദിന്റെ സൗഭർണിക. അതൊരു നാടകമാണ് അല്ലെ, നാടകമാണ്. അത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നിഷേധികളെ മനസ്സിലാക്കും, വിമർശന പഠനമാണ്. ജാതി പറഞ്ഞാൽ എന്തേ, അതും വിമർശനാത്മക പഠനമാണ്. ആർ നരേന്ദ്രപ്രസാദ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കൃതികളാണ് ഫോക്കസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏതാണ്? പി രവീന്ദ്രൻ. നോക്കൂ, സംസ്കാര പഠനം, ഒരാമുഖം, ഇടപെടലുകൾ, സാഹിത്യം, സിദ്ധാന്തം, രാഷ്ട്രീയം, ആധുനികാനന്തരം, വിചാരം, വായന എന്നാണ്. ഫൂക്കോ, വർത്തമാനത്തിന്റെ ചരിത്രം, വീണ്ടെടുപ്പുകൾ, സാഹിത്യ, സംസ്കാരം, ആഗോളത. ഇതൊക്കെ ആരുടേതാണ്? പി രവീന്ദ്രന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന കൃതികളിലെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഓർത്തു വെക്കുക, ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഒന്ന് കൃതികള് ഒറ്റ ചോദ്യങ്ങളായിട്ട് മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ഗണം തിരഞ്ഞെടുക്കുക എന്ന രീതിയിലും കൃതി കർത്താവ് എന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇവിടെ ആ രീതിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് നമ്മൾ നോക്കിയത്. ക്ലിയർ അല്ലേ? അപ്പോ വിമർശനവുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റ്മെന്റ്സ് മാത്രമല്ല, കൃതികളുടെ പേരും പഠിക്കണം എന്നുള്ള കാര്യം എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, യെസ്, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാറ്റേൺ: കാലം, പ്രസിദ്ധീകരണ വർഷം, രചനാക്രമം അല്ലെ. രചനാകാലം അനുസരിച്ച് വ്യാകരണ ഗ്രന്ഥങ്ങളുടെ പൂർവോത്തര ക്രമം. ശ്രദ്ധിക്കണേട്ടാ, ഇത്തരത്തിലുള്ള കീവേഡ് നോക്കണേ. പൂർവോത്തര ക്രമം, ആദ്യമുണ്ടായ കൃതി, പിന്നീട് ഉണ്ടായ കൃതി, അതാണ് പൂർവോത്തര ക്രമം എന്നത്. പൂർവം എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തേത്. ഉത്തരം എന്ന് വെച്ചാൽ രണ്ടാമത്തേത്. അത്തരത്തിലുള്ള പൂർവോത്തര ക്രമമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് അറിയില്ല, ഇതിന്റെ ഒന്നും വർഷങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും സിമ്പിൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇതിന് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കൃതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വ്യാകരണമിത്രം, മലയാഴ്മയുടെ വ്യാകരണം, മലയാള ഭാഷാ വ്യാകരണം, കേരള ഭാഷാ വ്യാകരണം, കേരള പാണ്ഡ്യം. നോക്കൂ, ചോദ്യത്തിൽ തന്നെ വേറൊരു ചോദ്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. ഈ കൃതികളിലൊക്കെ ആരുടേതാണ് എന്നുള്ള രീതിയിലായിരിക്കാം അടുത്ത പ്രാവശ്യം എന്ത് വരിക? ചോദ്യം വരിക. അപ്പൊ കൃതി കർത്താവ് എന്നുള്ള മറ്റൊരു ചോദ്യം കൂടി, ചോദ്യത്തിന്റെ ഉള്ളിൽ വേറൊരു ചോദ്യം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നോക്കൂ, രചനാകാലം അനുസരിച്ച് വ്യാകരണ ഗ്രന്ഥങ്ങളുടെ പൂർവോത്തര ക്രമം ഒന്ന് പറഞ്ഞ എല്ലാവരും. നമ്മുടെ കോഴ്സിൽ വ്യാകരണം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വ്യാകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോന്നിട്ടുള്ളതാണ്. ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്നുള്ളത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് കേട്ടോ വ്യാകരണം എന്നുള്ളത്. അതിൽ തന്നെ വ്യാകരണ ഗ്രന്ഥങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ആദ്യത്തെ കൃതി ഏതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പറയൂ മക്കളെ. മലയാള ഭാഷ വ്യാകരണം, നന്ദകൃപ ബി പറയുന്നുണ്ട്, അതായത് ഓപ്ഷൻ 2. ഹരീഷ്മ ടീച്ചർ ഓപ്ഷൻ 1 പറയുന്നുണ്ട്. വ്യാകരണ ആൽവിൻ സാറ് 4. അപ്പൊ എല്ലാ ആൻസറും വന്നല്ലോ. മലയാളത്തിലെ പ്രധാനപ്പെട്ട വ്യാകരണ ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. ലീലാതിലകം തൊട്ട് നമ്മൾ ശരിക്കും എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കി വെക്കണം. ഇവിടെ ഏതായിരിക്കും ആദ്യം വന്നിട്ടുള്ള കൃതി എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഊഹം? എല്ലാവരും പലതരത്തിലുള്ള ആൻസേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇതിലൊരു കൃതി
1860 വന്നതാണ്. 1860 ഇതിൽ ആദ്യത്തെ കൃതി വരുന്നത്. ഏതായിരിക്കും ആ കൃതി? 1860 എന്നൊക്കെ പറയുമ്പോൾ, രചനാവർഷം എന്നൊക്കെ പറയുമ്പോൾ ഏതായിരിക്കും? ആരുടെ കാലഘട്ടമായിരിക്കും? ആരുടെ കാലഘട്ടമായിരിക്കും? പറഞ്ഞേ. 1860 എന്നൊക്കെ പറയുമ്പോൾ ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട്, യെസ്. അപ്പൊ ഏതായിരിക്കും കൃതി? മലയാള ഭാഷാ വ്യാകരണം. മലയാള ഭാഷാ വ്യാകരണം ഹെർമൻ ഗുണ്ടർട്ട് 1860. ഓക്കെ. ഇനി അടുത്ത കൃതി വരുന്നത് 1863 1863 ഒരു വൈദേശിക മിഷണറിയാണ് ഹെർമൻ ഗുണ്ടർട്ട്. അടുത്തതായിട്ട് വരുന്നത് ഏത് കൃതിയായിരിക്കും? നിങ്ങൾ ഗസ് ചെയ്യൂ. നിങ്ങളെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും ഞാൻ നോക്കട്ടെ. പറയൂ. 1860 മലയാള വ്യാകരണ ചോദ്യോത്തരം എന്നുള്ള കൃതി വരുന്നുണ്ട്. മലയാള ഭാഷ വ്യാകരണം ഹെർമൻ ഗുണ്ടർട്ടിന്റെ കൃതി വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെ മലയാളത്തിൽ പ്രധാനപ്പെട്ട മലയാളികൾക്ക് വേണ്ടി ഒരു മലയാള ഭാഷയിൽ രചിച്ച ആദ്യ വ്യാകരണ ഗ്രന്ഥം വരുന്നു. അതേതാ കൃതി? മലയാളികൾക്ക് വേണ്ടി ഒരു മലയാള ഭാഷയിലെ ഏതാണ്? മലയാഴ്മയുടെ വ്യാകരണം ആരുടെ കൃതിയാണ്? ജോർജ് മാത്തന്റെ കൃതിയാണ്. 1863 വരുന്നു. ഓക്കെ, 1863 മലയാഴ്മയുടെ വ്യാകരണം വരുന്നു. ദെൻ അടുത്ത കൃതി വരുന്നത് 1867 1867. ഇനി അതിന് ക്ലൂ വേണോ ഏത് കൃതിയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്? ആനൽസ് ഓഫ് ഓറിയന്റൽ റിസർച്ച് എന്ന ഗവേഷണ പത്രികയുടെ 4 ലക്കങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വ്യാകരണ കൃതിയാണിത്. ചോദ്യോത്തര രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണിത്. സംസ്കൃത രീതിയെ അവലംബിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണിത്. 8 അധ്യായങ്ങളുള്ള ഒരു വ്യാകരണ കൃതിയാണിത്. അപ്പൊ അത് ആരുടെ വ്യാകരണ ഗ്രന്ഥമായിരിക്കും? 1867 വന്നു. സോറി, 1867 തന്നെയല്ലേ? 76 എനിക്ക് തെറ്റിയതാണ്. 76 കേട്ടോ. 76 ഞാൻ പറഞ്ഞതിൽ തെറ്റിയതാണ്. 1876 വന്ന വ്യാകരണ ഗ്രന്ഥം. ഞാൻ ഈ ക്ലൂ തന്നിട്ട് നിങ്ങൾ എന്താ പറയാത്തെ? 1876 വന്നിട്ടുള്ള ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. അടുത്തത് ഓർഡർ അനുസരിച്ച് അടുത്തത് വരുന്നത് 4 ലക്കങ്ങളായിട്ട് ആനൽസ് ഓഫ് ഓറിയന്റൽ റിസർച്ച് എന്ന ഗവേഷണ പത്രികയിൽ പ്രസിദ്ധീകരിച്ച കൃതിയാണിത്. ചോദ്യോത്തര രീതിയിൽ എഴുതിയിരിക്കുന്ന കൃതിയാണിത്. സംസ്കൃത രീതിയിൽ അവലംബിച്ച് വ്യാകരണം രചിച്ചിരിക്കുന്നു. അപ്പോൾ അതേതാ കൃതി? ഇനി കൂടി നമുക്ക് 3 എണ്ണല്ലേ ഉള്ളൂ. വ്യാകരണമിത്ര ആണോ, കേരള ഭാഷാ വ്യാകരണാണോ, കേരള പാണിനിയാണോ എന്നുള്ളത് നോക്കുക വേണ്ടു. ഏതാണ് കേരള ഭാഷാ വ്യാകരണം? വൈക്കത്ത് പാച്ചുമൂത്തത് 1876. കേരള ഭാഷാ വ്യാകരണം വൈക്കത്ത് പാച്ചുമൂത്തത്. ഓക്കെ, അതും കിട്ടി. ഇനി കേരള പാണ്ഡ്യത്തിന്റെ വർഷം ഏതാ? അങ്ങനെ തന്നെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ തന്നെ പഠിച്ചേക്കണം. കേരള പാണ്ഡ്യത്തിന്റെ ആദ്യ പതിപ്പിന്റെ വർഷം 1896. അങ്ങനെയാണെങ്കിൽ വ്യാകരണമിത്ര ഏതാ വർഷം? വ്യാകരണമിത്ര 1904 വന്നിട്ടുണ്ട്, 1922 വന്നിട്ടുണ്ട്. സോ 1904 എന്നുള്ള വർഷം നമുക്ക് എടുക്കാം അല്ലെ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആദ്യം, സി രണ്ടാമത്, ഡി മൂന്നാമത്, ഇ നാലാമത്, എ ലാസ്റ്റ്. ബി സി ഡി നമ്മളുടെ ഓപ്ഷൻ ഡി. സോറി ട്ടാ, ഏതാ ആദ്യത്തേത്? സി ആണ് ആദ്യത്തേത്, പിന്നെ ബി. സി ബി ഡി ഇ എ അല്ലെ? അപ്പൊ ഏതാ ശരിയായിട്ടുള്ള ആൻസർ? യെസ്, ഓപ്ഷൻ 1 ആണ് ശരിയായിട്ടുള്ള ആൻസർ. സി ബി ഡി ഇ എ അല്ലെ? അപ്പോ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇതിന്റെ വ്യാകരണ വർഷങ്ങൾ. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. മലയാള ഭാഷാ വ്യാകരണം ഹെർമൻ ഗുണ്ടർട്ടിന്റെ കൃതിയാണ്. 1860 വന്നിട്ടുള്ള കൃതി. 1860. അപ്പൊ കേരള ഭാഷാ വ്യാകരണം എന്നുള്ള കൃതി മലയാള ഭാഷാ വ്യാകരണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മലബാർ ഭാഷയുടെ വ്യാകരണം ആരുടെ കൃതിയാ മക്കളെ? മലബാർ ഭാഷയുടെ വ്യാകരണം ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ള ഒന്നാണ് കേട്ടോ. നോക്കൂ, മലബാർ ഭാഷയുടെ വ്യാകരണം. മലബാർ ഭാഷയുടെ വ്യാകരണം ആരുടെ കൃതിയാ? 1799 വന്നിട്ടുള്ള ഒരു കൃതി ഉണ്ടല്ലോ, റോബർട്ട് ഡ്രമ്മട്ട്. സോറി കേട്ടോ, റോബർട്ട് ഡ്രമ്മട്ട്. ഏതാണ്? മലബാർ ഭാഷയുടെ
വ്യാകരണം എന്നുള്ള കൃതി. ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ്, മലബാർ ഭാഷയുടെ വ്യാകരണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭാഷാ പഠനം എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് രചിച്ചിട്ടുള്ള കൃതിയാണിത്. 13 അധ്യായങ്ങളുള്ള ഒരു കൃതിയാണ് ഇത് മലബാർ ഭാഷയുടെ വ്യാകരണം എന്നുള്ള കൃതി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ദ്രാവിഡ ഭാഷയുടെ വ്യാകരണം ആരുടെയാ? ദ്രാവിഡ ഭാഷയുടെ വ്യാകരണം ഇതിപ്പോൾ ചോദിച്ച സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം ഇത് തന്നെ ചോദിക്കണമെന്നില്ല, ബാക്കിയുള്ളത് ചോദിക്കാലോ, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദ്രാവിഡ ഭാഷയുടെ വ്യാകരണം, ദ്രാവിഡ ഭാഷാ വ്യാകരണം ആരുടെ കൃതിയാ? ദ്രാവിഡ ഭാഷാ വ്യാകരണം 1856 റോബർട്ട്, യെസ് വെരി ഗുഡ്, റോബർട്ട് കാൾഡ്വെല്ലിന്റെ കൃതി. റോബർട്ട് കാൾഡ്വെല്ലിന്റെ കൃതി. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് അല്ലെ എന്ന ഗ്രന്ഥാണ് ദ്രാവിഡ ഭാഷയുടെ പഠനത്തിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ പാകുന്ന ഗ്രന്ഥം. 1856 പ്രസിദ്ധീകരിച്ചത്, ഇംഗ്ലീഷിലാണ് പ്രസിദ്ധീകരിച്ചത് അല്ലെ, ദ്രാവിഡ ഭാഷാ വ്യാകരണം എന്നുള്ള കൃതി. ഓക്കെ, ഈ കൃതി പരിഭാഷപ്പെടുത്തിയത് ആരാണെന്നറിയോ? എസ്.കെ. നായരാണ് കേട്ടോ. എസ്.കെ. നായരാണ് ദ്രാവിഡ ഭാഷ വ്യാകരണം മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, ഇനി മലയാള വ്യാകരണ ചോദ്യോത്തരം. മലയാള ഭാഷ വ്യാകരണം ആരുടെ? ഹെർമൻ ഗുണ്ടത്തിന്റെ കൃതി. 1860 കൃതി. 1860 വന്നിട്ടുള്ള വ്യാകരണ കൃതി ആരുടെ? ഗുണ്ടർത്തിന്റെ വ്യാകരണ കൃതി. സ്കൂൾ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനായിട്ടാണ് അദ്ദേഹം ഈ കൃതി രചിച്ചത്. ഈ കൃതിയാണ് അക്ഷരകാന്ഡം, പദകാന്ഡം, വാക്യകാന്ഡം എന്നിങ്ങനെ തിരിച്ചിട്ടുള്ളത് അല്ലെ. അക്ഷരകാന്ഡം, പദകാന്ഡം, വാക്യകാന്ഡം എന്നിങ്ങനെ തിരിച്ചിട്ടുള്ള കൃതിയാണ് ഇത് മലയാള ഭാഷ വ്യാകരണ ചോദ്യോത്തരം അല്ലെങ്കിൽ മലയാള ഭാഷ വ്യാകരണം എന്നുള്ള കൃതി. ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ദെൻ അടുത്ത കൃതിയാണ് ഇത് മലയാണ്മയുടെ വ്യാകരണം, ജോർജ് മാത്തൻ. 1863 മലയാണ്മയുടെ വ്യാകരണം ആരുടെ കൃതിയാണ്? ജോർജ് മാത്തന്റെ കൃതിയാണ്. മലയാളികൾക്ക് വേണ്ടി ഒരു മലയാള ഭാഷയിൽ രചിച്ച വ്യാകരണ ഗ്രന്ഥമാണ് ഇത് മലയാണ്മയുടെ വ്യാകരണം എന്നുള്ള കൃതി. 1863 പ്രസിദ്ധീകൃതമായ ഈ കൃതിക്ക് ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്ന പേര് ഗ്രാമർ ഓഫ് മലയാളം ഇൻ ലാംഗ്വേജ് ഇറ്റ്സെൽഫ് എന്നാണ്. ഗ്രാമർ ഓഫ് മലയാളം ഇൻ ലാംഗ്വേജ് ഇറ്റ്സെൽഫ് എന്നാണ് ഈ കൃതിക്ക് ഇംഗ്ലീഷിൽ നൽകിയിരിക്കുന്ന പേര്. Then next one is കേരള ഭാഷാ വ്യാകരണം, പാച്ചുമൂത്തത്. 1876 ചോദ്യോത്തര രീതിയിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ്. സംസ്കൃത രീതി അവലംബിച്ചിട്ടാണ് വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. 8 അധ്യായങ്ങളുള്ള കൃതിയാണ് കേരള ഭാഷാ വ്യാകരണം. ഓക്കെ, നെക്സ്റ്റ് കേരള പാണ്ഡ്യം ആരുടേതാണ്? AR രാജരാജവർമ്മയുടെ കൃതി കേരള പാണ്ഡ്യം. 1896 രചിച്ചിട്ടുള്ള കൃതിയാണ് ഏത്? കേരള പാണ്ഡ്യം, AR രാജരാജവർമ്മ. ഓക്കെ, 1896. ഇനി 1916 ഇതിന്റെ രണ്ടാം പതിപ്പും ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി കേരള പാണ്ഡ്യത്തിന് ശേഷമാണ് ശേഷഗിരി പ്രഭുവിന്റെ എന്ത് വരുന്നത്? വ്യാകരണമിത്രം വരുന്നത്. അതിനുശേഷം ജോൺ കുന്നപ്പിള്ളിയുടെ ശബ്ദ സൗഭകം വരുന്നുണ്ട്. സുകുമാരപിള്ളയുടെ കൈരളി ശബ്ദാനുശാസനം വരുന്നുണ്ട്. വാസുദേവ ഭട്ടതിരിയുടെ അഭിനവ മലയാള വ്യാകരണം എന്നീ കൃതികള് വരുന്നുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ കൃതികളുടെ പേര് കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട വ്യാകരണ കൃതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കല്യാണി എന്നും ദാക്ഷാണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിനെ ദി സ്റ്റോറി ഓഫ് 2 വിമൻ നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആര്? പറഞ്ഞേ. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന നോവലിലെ ദി സ്റ്റോറി ഓഫ് 2 വുമൻസ് നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റിലിന്റെ രീതി വരില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എഴുതാനായിട്ട് പറ്റില്ലല്ലോ. ഓക്കെ, ഈ പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ്? EV ഫാത്തിമ, ജയദേവിക, ജയശ്രീ കളത്തിൽ, അനിത നായർ. വിവർത്തനം സമകാലിക നോവൽ വിവർത്തനം എന്ന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണിത്.
ആവണി ഓപ്ഷൻ 2, ജയദേവിക പറയുന്നുണ്ട്. ഹരീഷ്മ ടീച്ചറും ഓപ്ഷൻ 2 പറയുന്നുണ്ട്. ദീപ ടീച്ചറും ഓപ്ഷൻ 2 ജയദേവികയാണ് പറയുന്നത്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് പറയൂ. പറഞ്ഞേ. കല്യാണിയും ദാക്ഷായണിയും എന്ന പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഈ നോവൽ ആരുടെ നോവലാ? കല്യാണിയും ദാക്ഷായണിയും ആരുടെ നോവലാ? രാജശ്രീ ടീച്ചറുടെ നോവലാണ് അല്ലെ. അതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? യെസ്, ജയദേവികയാണ് വിവർത്തനം ചെയ്തത്. മലയാളത്തിലെ ഏതൊക്കെ ഫേമസ് ആയിട്ടുള്ള നോവലുകളാണ് ജയദേവിക പിന്നെ വിവർത്തനം ചെയ്തിട്ടുള്ളത്? കല്യാണിയും ദാക്ഷായണിയും ഉണ്ട്. പിന്നെ മലയാളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള KR മീരയുടെ ഒരു നോവല്, ചേതന റുദ്ധ മല്ലിക് അനശ്വരമാക്കിയ കഥാപാത്രമുള്ള ഒരു നോവല് ജയദേവിക വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതേതാണ് ആ നോവല്? ആരാച്ചാരാണ് അല്ലെ. ആരാച്ചാർ വിവർത്തനം ചെയ്തിരിക്കുന്നത് ജയദേവികയാണ്. ഏത് പേരിലാണ്? ഹാങ് വുമൺ എന്ന പേരിലാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ കിടക്കുന്ന മറ്റൊരു പേരാണ് EV ഫാത്തിമ. മികച്ച വിവർത്തകയ്ക്കുള്ള വി അബ്ദുള്ള അവാർഡും ക്രോസ്വേഡ് അവാർഡും ഒക്കെ നേടിയിട്ടുള്ള ആളാണ് EV ഫാത്തിമ. ഒരു പ്രധാന നോവല് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ നോവലിലെ പ്രധാന കഥാപാത്രം ജിതേന്ദ്രനാണ്. ഏതാ നോവൽ? ആരുടെ നോവൽ എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ ക്ലൂ തരണം നിങ്ങൾക്ക്, എന്നാലേ നിങ്ങൾ അതിലേക്ക് എത്തുള്ളൂ. ഒരു കാര്യം പഠിക്കുന്നതിലൂടെ ഒന്നിലധികം ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. പറഞ്ഞ EV ഫാത്തിമ മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവല്, സമകാലികമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നോവല്, അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള നോവല് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ജിതേന്ദ്രൻ. ആ നോവലിന്റെ ഭൂമിക തച്ചനക്കര എന്നുള്ള സ്ഥലത്താണ് നടക്കുന്നത്. തച്ചനക്കര ഏതാണ് നോവല്? തച്ചനക്കരയുടെ കഥ പറയുന്ന നോവല് സുഭാഷ് ചന്ദ്രന്റെ തച്ചനക്കരയുടെ കഥ പറയുന്ന നോവല് ഏതാണ്? മനുഷ്യനൊരാമുഖം എന്ന നോവൽ വിവർത്തനം ചെയ്ത എ പ്രിഫേഴ്സ് ടു മാൻ എന്ന പേരിൽ EV ഫാത്തിമ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജയശ്രീ കളത്തിൽ. ഒരുപാട് നോവലുകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. S ഹരീഷിന്റെ മീശ, N പ്രഭാകരന്റെ തീയൂർ രേഖകള്, N പ്രഭാകരന്റെ ഒരു മലയാളി ഭ്രാന്തന്റെ ഡയറി കുറിപ്പുകൾ, ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് ആര്? ജയശ്രീ കളത്തിൽ. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കൃതികളാണ് ഇവ. ഇവയെല്ലാം തന്നെ എന്താണ്? വിവർത്തനം, സമകാലിക നോവൽ വിവർത്തനം എന്ന മേഖലയിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം. 64 ബ്രാഹ്മണ ഗ്രാമങ്ങളാകുന്ന മുത്തുമാലയിലെ നായികമണിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏതാണ് ഈ സ്ഥലം? 64 ബ്രാഹ്മണ ഗ്രാമങ്ങളാകുന്ന മുത്തുമാലയിലെ നായികമണിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സ്ഥലം. ഏതാണ് ആ സ്ഥലം? ചോഗിരം, പെരിഞ്ചെല്ലൂർ, തിരുവല്ല, ആറന്മുള. പറയൂ. നോക്കൂ, ഉണ്ണിച്ചിരുദേവി ചരിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വരണം. അങ്ങനെ ഓർമ്മ വന്നാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ കാര്യങ്ങള് കിട്ടും. ഇപ്പൊ നമ്മൾ മണിപ്രവാള സാഹിത്യം പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങള് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം അല്ലെ. ഉണ്ണിച്ചിരുദേവി ചരിതം ഏത്? 13ാം ശതകത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കൃതിയാണ് ഉണ്ണിച്ചിരുദേവി ചരിതം. ആരാണ് കവി എന്ന് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചോഗിരം ഗ്രാമക്കാരനാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ഇനി ഉണ്ണിച്ചിരുദേവി ചരിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? അത് ചമ്പു കാവ്യമാണോ, മണിപ്രവാള കാവ്യമാണോ, കാവ്യമാണോ എന്ന കാര്യത്തിൽ എന്താണ്? പല അഭിപ്രായങ്ങളും നിലവിലുണ്ട്. ഗദ്യോദകൽപ്പം ഗളിത രുചി തുടങ്ങിൻ്റെക്ക് നമോസ്തു എന്നാണ് കാവ്യാരംഭത്തില് പറയുന്നത് അല്ലെ. യെസ്. അപ്പോ ഉണ്ണിച്ചിരുദേവി ചരിതം എന്നുള്ള കൃതി അപൂർണ കാവ്യമാണ്. ഇനി ഉണ്ണിച്ചിരുദേവി ചരിതത്തിലെ നായിക ആരാണ്? വള്ളുവനാട്ടിലെ ചോഗിരം ഗ്രാമത്തിലെ, വീണ്ടും ചോഗിരം വന്നു, ചോഗിരം ഗ്രാമത്തിലെ പൊയിലത്ത്. അടുത്ത സ്ഥലം പൊയിലത്ത്. ഇനി വീട്ടുപേര് തോട്ടുവായ്പള്ളി.
ഉണ്ണിയപ്പിള്ളയുടെ മകളായ ഉണ്ണിച്ചിരുദേവി അല്ലെ. ഉണ്ണിച്ചിരുദേവിയിലെ ദേവേന്ദ്രൻ അനുരക്തനാവുകയും ആ സുന്ദരിയെ ദർശിക്കാൻ ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്നു. അവളുടെ വീട്ടിലെത്തിയ ദേവേന്ദ്രൻ പടിക്കൽ കാത്തു നിൽക്കുന്ന ആഠ്യരെ കണ്ടിട്ട് അന്തമിട്ട് നിൽക്കുകയാണ്. നിരാശനായിട്ട് ദേവേന്ദ്രൻ മടങ്ങി പോവുകയാണ്. ആ കാവ്യമാണ് ഏത്? ഉണ്ണിച്ചിരുദേവി ചരിതം എന്നുള്ള കാവ്യം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാവ്യമാണ്. ശിവസ്തുതിയോടെ ആരംഭിക്കുന്ന ഈ കൃതിയിലെ 3 പദ്യങ്ങളേ ഉള്ളൂ. ബാക്കി മുഴുവൻ എന്താണ്? 30-ലധികം ഗദ്യഭാഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഗദ്യഭാഗങ്ങളാണ് ഏറെയും ഉള്ളതാണ് മറ്റു ശംഭു കാവ്യങ്ങളിൽ നിന്ന് ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിനുള്ള വ്യത്യാസം. ഇതിലെ പരാമർശങ്ങൾ കാണുന്നത് ഏത് നാടിനെ കുറിച്ചിട്ട്? ചോഗിരം ഗ്രാമത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശം കാണുന്നു. 64 ബ്രാഹ്മണ ഗ്രാമങ്ങളാകുന്ന മുത്തുമാലയിലെ നായികമണി എന്ന് ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ചോഗിരം ഗ്രാമത്തെയാണ്. ചോഗിരം ഗ്രാമം. ഓക്കെ. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്? സന്ദേശപ്പാട്ടിനെ കുറിച്ചിട്ടുള്ള പരാമർശം വരുന്നുണ്ട്. ദെൻ അമ്മാനപ്പാട്ടിനെ കുറിച്ചുള്ള പരാമർശം, കുയിൽ വൃത്തം അല്ലെ, കുയിൽ വൃത്തത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശം വരുന്നുണ്ട്. ഗാഥ, ആർച്ചാങ്കൂത്ത് എന്ന നൃത്ത വിശേഷത്തെ പറ്റിയുള്ള പരാമർശം വരുന്നുണ്ട്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പരാമർശിക്കുന്നുണ്ട്. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഏത് കൃതി? ഉണ്ണിച്ചിരുദേവി ചരിതം. അർദ്ധനാരീശ്വര വർണ്ണന വരുന്നുണ്ട്. അനാർച്ചിറ അങ്ങാടി വർണ്ണന, ചിറ്റങ്ങാടി വർണ്ണന എന്നിവ കാണുന്നു. പന്നിയൂർ ശുഗപുരം ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ മത്സരവും കാണുന്നു. 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ചോഗിരമുണ്ട്. അതുപോലെ പന്നിയൂർ ശുഗപുരം ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ മത്സരവും കാണുന്ന കൃതിയാണ് ഏത്? ഉണ്ണിച്ചിരുദേവി ചരിതം. കിട്ടിയില്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മളൊന്ന് എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. 13-ാം ശതകത്തിന്റെ അന്ത്യത്തിലുണ്ടായ കാവ്യമാണ്. ചമ്പു കാവ്യമാണോ എന്ന പേരിൽ വിഭിന്നമായിട്ടുള്ള അഭിപ്രായം നിലവിലുണ്ട്. ഉള്ളൂരൊന്നും ചമ്പു കാവ്യം എന്ന് ഉള്ളൂർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇളംകുളം കുഞ്ഞൻ പിള്ള ഉണ്ണിച്ചിരുദേവി ചരിത്രത്തെ പൂർണ്ണമായിട്ട് ചമ്പു കാവ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. ഗദ്യോതകൽപ്പം കളിത രുചി തുടങ്ങിന്റെ അനക്കെ നമോസ്തു എന്ന് ആരംഭിക്കുന്ന കാവ്യാരംഭത്തിൽ പരാമർശമുള്ള കാവ്യമാണ്. വള്ളുവനാട്ടിലെ ചോഗിരം ഗ്രാമത്തിലെ പൊയിലത്ത് തോട്ടുവായ്പള്ളിയിലെ ഉണ്ണിയപ്പിള്ളയുടെ മകളായ ഉണ്ണിച്ചിരുദേവിയാണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. സന്ദേശപ്പാട്ട്, അമ്മാനപ്പാട്ട്, കുയിൽ വൃത്തം, ഗാഥ, ആർച്ചാങ്കൂത്ത്, ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്നീ പരാമർശങ്ങൾ കാണുന്ന കൃതിയാണ്. ദെൻ ആർച്ചാങ്കൂത്ത് എന്ന നൃത്തവിശേഷത്തെ പറ്റി നോട്ട് ചെയ്യുക. അനാർച്ചിറ അങ്ങാടി വർണ്ണന, ചിറ്റങ്ങാടി വർണ്ണന കാണുന്നുണ്ട്. പന്നിയൂർ ശുഗപുരം ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ മത്സരം കാണുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന 2 വരികളും ഇവിടെ കൊടുക്കുന്നുണ്ട്. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിന്ന് തിരുമപ്പൊടികളും എന്ന് തുടങ്ങുന്ന വർണ്ണന ഉണ്ണിച്ചിരുദേവി വർണ്ണത്തിലാണ്. അതുപോലെ ചെന്താമല മലർച്ചേവി എന്നാൽ എന്ന് തുടങ്ങുന്ന വരിയും ഏതിലെയാണ്? ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിലേതാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീണ്ടും ഒരു ചേരുംപടി ചേർക്കലാണ്. നോക്കൂ, ആദ്യത്തെ 10 ചോദ്യത്തിനുള്ളിൽ തന്നെ 2 ചേരുംപടി ചേർക്കൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അംബരീഷ് ശോഭാക്യൻ, ഇതൊരു പലവക ചോദ്യമാണ് അല്ലെ? നല്ല ചോദ്യം, പലവക ചോദ്യമാണ് ഇത്. എല്ലാത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവിയൽ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ. ചേരുംപടി ചേർക്കുക. അംബരീഷ് ശോഭാഖ്യാനം, ഉണ്ണിയച്ചി ചരിതം, ആശ്ചര്യ ചൂടാമണി, രുക്മണി സ്വയംവരം. ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? അംബരീഷ് ശോഭാഖ്യാനം ഏതാണ്? നാടകമാണോ, തുള്ളലാണോ, ചമ്പുവാണോ, ഭാഷാഗദ്യമാണോ? ഉണ്ണിയച്ചി ചരിതം, ആശ്ചര്യ ചൂടാമണി, രുക്മണി സ്വയംവരം. പറഞ്ഞേ, പഠിച്ചു നിൽക്കാതെ ഉത്തരം പറഞ്ഞ പിള്ളേരെ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. എല്ലാവരും 3 ആണ് പറയുന്നത്. അംബരീഷ് ശോഭാഖ്യാനം എന്താണ്? അംബരീഷ് ശോഭാഖ്യാനം ഇനി ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞേ. അംബരീഷ് ശോഭാഖ്യാനം എന്താണ്? അംബരീഷ് ശോഭാഖ്യാനം, അംബരീഷ് ശോഭാഖ്യാനം പറഞ്ഞേ. അംബരീഷ് ശോഭാഖ്യാനം ഭാഷാഗദ്യമാണ്. അംബരീഷ് ശോഭാഖ്യാനം എന്താണ്? ഭാഷാഗദ്യമാണ് അംബരീഷ് ശോഭാഖ്യാനം. അംബരീഷ് ശോഭാഖ്യാനം ഭാഷാഗദ്യമാണ് എങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ത്? എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളത്. അംബരീഷ് ശോഭാഖ്യാനം ഭാഷാഗദ്യം A4 എന്നുള്ളത് കിട്ടി. A4
A4 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇത് രണ്ടെണ്ണം നമ്മൾ ഫോക്കസ് ചെയ്യാണ്. ഇനി ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം ചമ്പുകാവ്യാണ് എന്ന് പറഞ്ഞു. ഉണ്ണിയേച്ചി ചരിതം അപ്പൊ എന്താണ്? അതും ചമ്പുകാവ്യം തന്നെയാണ്. B3. രണ്ടിലും B3 നമ്മളെ കുഴപ്പിക്കും. ആശ്ചര്യ ചൂടാമണി, ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി. ശക്തിഭദ്രന്റെ ആശ്ചര്യ ചൂടാമണി ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? അറിയാം, അതെന്താണ്? അതൊരു നാടക ഗ്രന്ഥമാണ് അല്ലെ? അത് നാടക ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു. അപ്പൊ C1 നമുക്ക് കിട്ടി. ഓപ്ഷൻ 3 ആണ് ആൻസർ എന്ന് കിട്ടി. സോ രുക്മിണി സ്വയംവരം, രുക്മിണി സ്വയംവരം എന്താ മക്കളെ? രുക്മിണി സ്വയംവരം എന്താണ്? തുള്ളലാണ് അല്ലെ? രുക്മിണി സ്വയംവരം തുള്ളലാണ്. അങ്ങനെയാണ് ചില രുക്മിണി സ്വയംവരം ഏത് വിഭാഗത്തിൽ പെടുന്ന തുള്ളലാ? ഞാൻ എപ്പോഴും തുള്ളൽ കൃതികൾ പഠിക്കുന്ന സമയത്ത് തുള്ളൽ കൃതിയുടെ ഒപ്പം തന്നെ അത് ഏത് വിഭാഗം തുള്ളലാണ് എന്ന് പഠിക്കാനായിട്ട് പറയാറുണ്ട് അല്ലെ? കല്യാണ സൗഗന്ധികം, ശീതകം തുള്ളൽ, സഭാപ്രവേശം, പറയാൻ തുള്ളൽ, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ കൃതി പഠിച്ചേക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ രുക്മിണി സ്വയംവരം ഏത് വിഭാഗത്തിൽ പെടുന്ന തുള്ളലാ? പറഞ്ഞേ, ഓട്ടം തുള്ളലാണോ, പറയാൻ തുള്ളലാണോ, ശീതകം തുള്ളലാണോ? രുക്മിണി സ്വയംവരം, നളചരിതം, കിരാതം, ഘോഷയാത്ര, സെമന്തകം, രുക്മിണി സ്വയംവരം, രാമാനുചരിതം, ഭഗവതം, രാവണോദ്ഭവം, ബാലി വിജയം, ബാണയുദ്ധം, അഹല്യാമോഷം, ശീലാവതി ചരിതം, സത്യാസ്വയംവരം എന്നിവയെല്ലാം കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടൻ തുള്ളലാണ്. ഓട്ടൻ തുള്ളലാണ്. രുക്മിണി സ്വയംവരം ഓട്ടം തുള്ളൽ, 2-3 ഓട്ടം പറയാ. രുക്മിണി സ്വയംവരം എന്താണ്? ഓട്ടം തുള്ളലാണ്. രുക്മിണി സ്വയംവരം ഓട്ടം തുള്ളലാണ് അല്ലെ? ഉപ്പു ചുവന്നു നടക്കുന്നവൻ ഒരു കപ്പലു കടലിൽ ഇറക്കാൻ മോഹം. ഏതിലെ വരികളാ? രുക്മിണി സ്വയംവരത്തിലെ വരികളാണ്. ഉപ്പു ചുവന്നു നടക്കുന്നവൻ ഒരു കപ്പലു കടലിൽ ഇറക്കാൻ മോഹം. അണ്ടികൾ ചപ്പി നടക്കുന്നവനൊരു തണ്ടിലിരിക്കാൻ ആശ കടക്കെ. ഈ വരികളൊക്കെ ഏതിലാ വരുന്നത്? രുക്മിണി സ്വയംവരത്തിൽ വരുന്നതാണ്. രുക്മിണി സ്വയംവരം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഓട്ടൻ തുള്ളലിൽ പെടുന്ന കൃതിയാണ് അല്ലെ? ഓട്ടൻ തുള്ളലിൽ പെടുന്ന കൃതിയാണ് ഏത് കൃതി? രുക്മിണി സ്വയംവരം എന്നുള്ള കൃതി. അപ്പൊ നമ്പ്യാരുടെ പ്രധാനപ്പെട്ട തുള്ളൽ കൃതികൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പറയം തുള്ളല്, മന്ദഗതിയിലുള്ള അവതരണങ്ങൾ വരുന്ന പറയാൻ തുള്ളല്, സഭാപ്രവേശം പറയാൻ തുള്ളല്, ത്രിപുര ദഹനം പറയാൻ തുള്ളൽ, കുംഭകർണവധം പറയാൻ തുള്ളൽ, ദക്ഷയാഗം, കീചകവധം, ഹരിശ്ചന്ദ്രചരിതം, പാഞ്ചാലി സ്വയംവരം, ഇതൊക്കെ എന്താണ്? പറയാൻ തുള്ളലാണ്. ശീതകം തുള്ളൽ, കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി തന്നെ ഏതാണ്? അത് ശീതകം തുള്ളലാണ്. കല്യാണ സൗഗന്ധികം, ശീതകം തുള്ളൽ, പ്രഹ്ലാദ ചരിതം, കാളിയമർദ്ദനം, ഗണപതി പ്രാതൽ, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ശീതകം തുള്ളലാണ്. ധ്രുവചരിതം, മൃഗമോക്ഷം, ഹനുമദ്ഭവം, ഇതൊക്കെ എന്താണ്? ശീതകം തുള്ളൽ കൃതികളാണ് അല്ലെ? യെസ്. അപ്പൊ ചമ്പുകൃതികള് ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം എന്നീ കൃതികളും നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വന്നേ? ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ. മലയാളിയുടെ നവമാധ്യമ ജീവിതം എന്ന പുസ്തകം എഴുതിയതാര്? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മലയാളിയുടെ നവമാധ്യമ ജീവിതം സമകാലികമായിട്ട് ഒരുപാട് വട്ടം റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ആൻസർ പറയൂ. പറഞ്ഞേ. ആരുടെ കൃതിയാണ് മലയാളിയുടെ നവമാധ്യമ ജീവിതം എന്നുള്ള കൃതി എഴുതിയത്? ആരാണ്? വി.കെ. ആദർശാണോ, സന്തോഷ് തോട്ടിങ്ങലാണോ, ഷിജു അലക്സ് ആണോ, CS വെങ്കിടേശ്വരാണോ? മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു ചലച്ചിത്ര നിരൂപകനാണ് ഇദ്ദേഹം. ഡോക്യുമെന്ററി സംവിധായകനാണ്, ചലച്ചിത്ര സംവിധായകനാണ്, ഒരു പ്രൊഫസറാണ്. മലയാളിയുടെ നവമാധ്യമ ജീവിതം, മാധ്യമ സംസ്കാരം, ജനകീയതയും ജനപ്രിയതയും, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ആരാണ് അദ്ദേഹം? യെസ്, CS വെങ്കിടേശ്വർ. CS വെങ്കിടേശ്വരന്റെ കൃതിയാണ്. ഓക്കെ. വി.കെ. ആദർശിന്റെ കൃതികൾ സൈബർ സാഹിത്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. വി.കെ. ആദർശ് ഇല്ലേ? സൈബർ സാഹിത്യം പഠിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട് വി.കെ. ആദർശ്, മലയാളത്തിലെ സാങ്കേതികനായിട്ടുള്ള എഴുത്തുകാരൻ. ഏതാണ് ഇദ്ദേഹത്തിന്റെ കൃതി? ഈ മലിനീകരണം. വി.കെ. ആദർശിന്റെ കൃതിയാണ് ഏത്? ഈ മലിനീകരണം. അടുത്ത പ്രാവശ്യം ചിലപ്പോ ഫോക്കസ് ചെയ്ത് ചോദ്യം വരും. ഇനി വായന, ഈ വായന ആരുടേതാണ്? വി.കെ. ആദർശിന്റേതാണ്. കമ്പ്യൂട്ടർ ഒരു കൈപ്പുസ്തകം. എന്താണ് ബ്ലോഗ്? ബ്ലോഗിങ് എങ്ങനെ തുടങ്ങാം? വിവരസാങ്കേതിക വിദ്യ നിത്യജീവിതത്തിൽ. ഈ ലോകം ഇത്ര വിപുലം. യെസ്,
അതൊക്കെ ആരുടേതാണ്? VK ആദർശിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. സൈബർ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്ത് പഠിക്കുക തന്നെ വേണം. എക്സാം ഓറിയന്റഡ് ആയിട്ട് സൈബർ സാഹിത്യത്തിൽ നിന്ന് കൃതികൾ മാച്ച് ദി ഫോളോയിങ് സാധാരണയായിട്ട് ചോദ്യം വരുന്നുണ്ട്. അടുത്തത് സന്തോഷ് തോട്ടിങ്ങൽ. മലയാള കമ്പ്യൂട്ടിംഗ് രംഗത്ത് കാതലായ സംഭാവനകൾ നൽകിയിട്ട ഒരു വ്യക്തിയാണ് സന്തോഷ് കോട്ടിങ്ങൽ. 2019 രാഷ്ട്രപതിയുടെ മഹർഷി ബദരായൻ വ്യാസ് സമ്മാൻ ലഭിച്ചിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം, സന്തോഷ് തോട്ടിങ്ങൽ. ഓക്കെ, സന്തോഷ് തോട്ടിങ്ങൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചിലങ്ക മഞ്ചരി, ഇദ്ദേഹം രൂപകൽപ്പന ചെയ്ത 2 ഫോണ്ടുകളാണ് ചിലങ്ക, മറ്റൊരു ഫോണ്ടിന്റെ പേരാണ് മഞ്ചരി. ഓക്കെ, മലയാളം കമ്പ്യൂട്ടിംഗ് രംഗത്തെ നിരവധി മേഖലകളിലെ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് സന്തോഷ് തോട്ടിങ്ങൽ എന്നുള്ള വ്യക്തി. ഓക്കെ, അടുത്തത് ഷിജു അലക്സ്. ഈ പേര് നിങ്ങൾക്ക് പരിചിതമാണോ? ഷിജു അലക്സ് എന്നുള്ള പേര്, ഷിജു അലക്സ്. ഇദ്ദേഹം ഈ സൈബർ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഗ്രന്ഥപുരയുടെ ഓഥറൊക്കെ ആയിട്ട് പറയുന്ന ആളാണ് ഷിജു അലക്സ്. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ മലയാളിയുടെ നവമാധ്യമ ജീവിതം എന്നുള്ളത് ആരുടേതാണ്? CS വെങ്കടേശന്റെയാണ്. സൈബർ സാഹിത്യത്തെ മുൻനിർത്തി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കഥയും കവിതയും നോവലും വ്യാകരണവും പാശ്ചാത്യവും പൗരസ്ത്യവും വിമർശനമൊക്കെ നോക്കി പോകുന്ന പലരും നോക്കാൻ മടിക്കുന്ന, ഫോക്കസ് ചെയ്യാത്തൊരു ഏരിയയാണ് സൈബർ സാഹിത്യം. പക്ഷെ അതിൽ നിന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പാശ്ചാത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പാശ്ചാത്യ സിദ്ധാന്തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. കൃതി കർത്താവ് തന്നെയാണ് ഇവിടെ. ദി റോ ആൻഡ് ദി കുക്ക്, ദി മോർഫോളജി ഓഫ് ഫോക്ലേറ്റ്, ദി ഗോൾഡൻ ബോ, ഫോക്ലോർ ആൻഡ് ഫോക്ക് ലൈഫ്. ആരുടേതാണ്? ആരുടേതൊക്കെയാണ്? ചേരുംപടി ചേർക്കുക. കൃതികളുടെ പേര് പഠിച്ചു വെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയും ഇവിടെ ഇല്ല. പറയൂ പറയൂ, വേഗം പറയൂ. ദി റോ ആൻഡ് ദി കുക്ക്, ദി മോർഫോളജി ഓഫ് ഫോക്ക് ലൈഫ്, ദി ഗോൾഡൻ ബോ, ഫോക്ലോർ ആൻഡ് ഫോക്ക് ലൈഫ്. ആരുടെയൊക്കെ കൃതികളാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ഓപ്ഷനായിട്ട് ആൻസർ പറഞ്ഞ് ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. പരിചിതമായിട്ടുള്ള പേരുകളാണ്, പക്ഷെ കൃതികളുടെ പേര് അധികം പരിചിതമാകാറില്ല. സാധാരണയായിട്ട് ഇത്ര ഡീപ്പില് പാശ്ചാത്യത്തിൽ നിന്ന് ചോദ്യം വരാറില്ല. പക്ഷെ ഇനി നമ്മള് ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കണം. ഓക്കെ, ഓക്കെ, എന്തായാലും ആൻസറിലേക്ക് പോകാം. ഇവിടെ A3 ആണ് എന്ന് കുറെ പേര് പറയുന്നുണ്ട്. ദി റോ ആൻഡ് ദി കുക്ക്ഡ്, ആ കൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ദി റോ ആൻഡ് ദി കുക്ക്ഡ് എന്നുള്ള കൃതിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള കൃതികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് വരാറുണ്ട്. ദി റോ ആൻഡ് ദി കുക്ക്ഡ് എന്നുള്ളത് ആരുടേതാണ്? ലെവിസ്ട്രോസിന്റെ കൃതിയാണ്. ലെവിസ്ട്രോസിന്റെ കൃതിയാണ്. മോർഫോളജി ഓഫ് ഫോക്ക് ലൈറ്റ് ആരുടെ കൃതിയാണ്? മോർഫോളജി ഓഫ് ഫോക്ക് ലൈറ്റ് എന്നുള്ളത് വ്ളാഡിമർ പോപ്പിന്റെ കൃതിയാണ് അല്ലെ? വ്ളാഡിമർ പോപ്പിന്റെ കൃതിയാണ് മോർഫോളജി ആൻഡ് ഫോക്ക് ലൈറ്റ്. ദി ഗോൾഡൻ ബ്ലോ, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ദി ഗോൾഡൻ ബ്ലോ എന്നുള്ള കൃതി ആരുടേതാണ്? ഗോൾഡൻ ബ്ലോ ഫ്രൈസറിന്റെ കൃതിയാണ് ഗോൾഡൻ ബ്ലോ. ഫോക്ലോർ ആൻഡ് ഫോക്ക് ലൈഫ് റിച്ചാർഡ് M. ഡോസന്റെ കൃതിയാണ്. ഫോക്ലോർ ആൻഡ് ഫോക്ക് ലൈഫ് എന്നുള്ളത്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ 2 ആണ്. ഹരിഷ്മ ടീച്ചറും നന്ദകൃപയും ഒക്കെ ഡൗട്ട് അടിച്ചിട്ടുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇനി ഇത് ഫോക്ലോറിനെ മുൻനിർത്തിക്കൊണ്ടും പാശ്ചാത്യ സാഹിത്യത്തെ മുൻനിർത്തിക്കൊണ്ടും ഒക്കെ ഉള്ള ചോദ്യമാണെന്ന് പറയാം. പക്ഷെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടുന്ന ഒരു കൃതി തന്നെയാണ്. കൃതികൾ പേരുകൾ പഠിച്ചു വെക്കുക അല്ലാതെ കൂടുതലായിട്ട് ഇവിടെ ഒന്നും വിശദീകരിക്കാനായിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 8ാമത്തെ ചോദ്യം. കുറുമൂർ പള്ളിയെ പരാമർശിക്കുന്ന കൃതി. കുറുമൂർ പിള്ള ഓർ പള്ളി പരാമർശിക്കുന്ന കൃതി ഏതാണ്? ഉണ്ണിയാടി ചരിതം, അനന്തപുര വർണ്ണനം, തിരുനിഴൽമാല, ഉണ്ണിയേച്ചി ചരിതം. ഏതാണ്? എവിടെയാണ് പരാമർശിക്കപ്പെടുന്നത്? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടുന്ന ഏരിയ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇതും എന്താണ്? നമ്മുടെ യൂണിറ്റ് 1ൽ നിന്നുള്ള ചോദ്യമാണ്.
യൂണിറ്റ് 1-ൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവയെല്ലാം തന്നെ. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന ഒരു കൃതി തന്നെയാണ്. ഏതാണ് ആ കൃതി? യെസ്, തിരുനിഴൽ മാലയാണ് അല്ലെ, തിരുനിഴൽ മാലയാണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് അവിടെ നിർത്താണ്. തിരുനിഴൽ മാലയെ കുറിച്ച് തന്നെ നമുക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പാഠ്യപ്രസ്ഥാനത്തിലെ പ്രാചീന കൃതികളിൽ ഒന്നാണ് തിരുനിഴൽ മാല. രാമചരിതത്തിന് ശേഷം പാട്ടിന്റെ ലക്ഷണങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന കൃതിയും ഏത് തന്നെയാണ്? തിരുനിഴൽ മാല തന്നെയാണ്. പാട്ടിന് ലീലാതിലകകാരൻ നൽകുന്ന നിർവചനം പൂർണ്ണമായും പിന്തുടരുന്ന കൃതി എന്ന് നമുക്ക് ഏത് കൃതിയെ പറയാനായിട്ട് സാധിക്കും? തിരുനിഴൽ മാലയെ പറയാനായിട്ട് സാധിക്കും അല്ലെ. തിരുനിഴൽ മാല എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടുന്ന കൃതി തന്നെയാണ് തിരുനിഴൽ മാല. തിരുനിഴൽ മാലയിലെ നിഴൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? നിഴൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? അനുഗ്രഹം എന്നാണ്. നിഴൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? അനുഗ്രഹം എന്നാണ് അല്ലെ. തിരുവാറന്മുളയപ്പന്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതിയാണ് ഏത്? തിരുനിഴൽ മാല. തിരുവാറന്മുളയപ്പന്റെ മഹാത്മ്യം പ്രകീർത്തിക്കുന്ന കൃതിയാണ് തിരുനിഴൽ മാല. ആരാണ് തിരുനിഴൽ മാല എഴുതിയത്? അയിരൂർ സ്വദേശിയായ ഗോവിന്ദൻ. അയിരൂർ സ്വദേശിയായ ഗോവിന്ദനാണ് തിരുനിഴൽ മാലയുടെ രചയിതാവ് എന്ന് കരുതുന്നു. തിരുനിഴൽ മാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാരാ? തിരുനിഴൽ മാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചതാരാ? ഡോക്ടർ എം പുരുഷോത്തമനാണ്. ഡോക്ടർ എം പുരുഷോത്തമനാണ് തിരുനിഴൽ മാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. കാസർഗോഡ് ജില്ലയിലെ വെള്ളൂർ എന്ന സ്ഥലത്തെ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ് തിരുനിഴൽ മാല കണ്ടെത്തി പ്രസിദ്ധീകരിച്ചത്. പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന ഐതിഹ്യം ആദ്യമായി കാണുന്ന കൃതിയാണിത്. പരശുരാമൻ മണിമുറം എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്ന ഐതിഹ്യം ആദ്യമായിട്ട് കാണുന്ന കൃതിയാണ് തിരുനിഴൽ മാല. കാവ്യോപക്രമം, നാവല, ബലിയർപ്പിക്കൽ, ഈ കൃതിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഏതാണ്? കാവ്യോപക്രമം, നാവല, ബലിയർപ്പിക്കൽ എന്നിങ്ങനെ 3 ഭാഗങ്ങളുള്ള കൃതിയാണ് ഏത്? തിരുനിഴൽ മാല. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, ഇതാണ് ഏറ്റവും ഫോക്കസ് ചെയ്തിട്ട് തിരുനിഴൽ മാലയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 9ാമത്തെ ചോദ്യം. ജലം കൊണ്ട് മുറിവേറ്റവർ എന്ന ശീർഷകത്തിൽ ലോർക്കയുടെ കവിതകൾ വിവർത്തനം ചെയ്തതാര്? എക്സാം ഓറിയന്റഡ് ആണ്, റിപ്പീറ്റഡ് ആണ്. നെറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല സെറ്റിനും അടക്കം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യുന്നവർ നോക്കണം, അവിടെയും ഈ ക്വസ്റ്റ്യന്റെ റിപ്പീറ്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജലം കൊണ്ട് മുറിവേറ്റവർ ആരാണ്? ജലം കൊണ്ട് മുറിവേറ്റവർ. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജലം കൊണ്ട് മുറിവേറ്റവർ എന്നുള്ളത് കവിതകളാണ്, വിവർത്തനമാണ്. ലോർക്കയുടെ കവിതകൾക്ക് വന്നിട്ട് മലയാളത്തിൽ വന്നിട്ടുള്ള വിവർത്തനമാണ്. ഫോക്കസ് ചെയ്യണം, പഠിക്കണം. DC ബുക്സ് പബ്ലിഷ് ചെയ്തതാണ്. 1993 ഈ കൃതി വരുന്നത്. ജലം കൊണ്ട് മുറിവേറ്റവൻ ആരുടെയാണ്? 2 ആണോ? സച്ചിദാനന്ദൻ, D വിനയചന്ദ്രൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, കടമനിട്ട രാമകൃഷ്ണൻ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലോ. എന്താണ് അങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ള കാരണം? നമുക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരു കവി തന്നെയാണ്. ഇനിയും ക്ലൂ വേണോ? ഞാൻ വേണമെങ്കിൽ ക്ലൂ തരാം. ക്ലൂവിൽ നിന്ന് നിങ്ങൾ കൃതിയിലേക്ക് എത്തിക്കോളൂ, അത് നല്ലത്. 1992 നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്ന കൃതിക്ക്, നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ കവിക്ക് ദിശാസൂചി, കായിക്കരയിലെ കടൽ, വീട്ടിലേക്കുള്ള വഴി, സമസ്ത കേരളം PO, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. പേരറിയാത്ത മരങ്ങൾ എന്ന പേരിലെ കഥാസമാഹാരം വന്നിട്ടുണ്ട്. ഉപരിക്കുന്ന് എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെ നോവല് വന്നിട്ടുണ്ട്. നദിയുടെ 3-ാം കര എന്ന പേരിൽ ലോകകഥകളുടെ പരിഭാഷ വന്നിട്ടുണ്ട്. ജലം കൊണ്ട് മുറിവേറ്റവൻ തന്നെയാണ്. ജലം കൊണ്ട് മുറിവേറ്റവൻ എന്ന പേരിലെ ലോർക്ക കവിതകളുടെ പരിഭാഷ വന്നിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹം? D വിനയചന്ദ്രൻ. ഉറപ്പിക്കാൻ പറ്റും അല്ലെ? D വിനയചന്ദ്രന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് പറഞ്ഞത്. 1992 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നരകം ഒരു പ്രേമ കവിത എഴുതുന്നു, ദിശാസൂചി, കായിക്കരയിലെ കടൽ, വീട്ടിലേക്കുള്ള വഴി, സമസ്ത കേരളം PO. എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ കൃതികളെല്ലാം തന്നെ
ഫോക്കസ് ചെയ്യണം അല്ലെ. ഇനി സച്ചിദാനന്ദന്റെ കവിതകൾ ഏതൊക്കെയാണ്? സച്ചിദാനന്ദന്റെ കവിതകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന സച്ചിദാനന്ദന്റെ കവിതകൾ ഏതൊക്കെയാണ്? പറഞ്ഞേ. സച്ചിദാനന്ദന്റെ കവിത പറയൂ മക്കളെ. സച്ചിദാനന്ദന്റെ കൃതികൾ ഏതൊക്കെയാ? അഞ്ചു സൂര്യൻ, ആത്മഗീത, ഇന്ത്യൻ സ്കെച്ചുകൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, വേനൽ മഴ, രണ്ടു ദീർഘകാവ്യങ്ങൾ, സോക്രട്ടീസും കോഴിയും, ഇവനെ കൂടി, വീടുമാറ്റം, കവിബുദ്ധൻ, ദേശാടനം, ഇതൊക്കെ ആരുടേതാണ്? സച്ചിദാനന്ദന്റെ പ്രധാനപ്പെട്ട കവിതകളാണ്. ചുള്ളിക്കാടിന്റെ കവിതകൾ ഏതൊക്കെയാ? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മാഷിന്റെ കവിതകൾ ഏതൊക്കെയാ? എക്സാം ഓറിയന്റഡ് ആയിട്ട് കവിതകളും കവിതകളുടെ വരികളടക്കം നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതെങ്കിലുമൊക്കെ കവിതകൾ പറഞ്ഞേ. 18 കവിതകളാണ് 1980 അദ്ദേഹത്തിന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കവിതാ സമാഹാരം. അതിലാണ് മാപ്പുസാക്കിയും യാത്രാമൊഴിയും തുടങ്ങിയ കവിതകളൊക്കെ വരുന്നത്. പാബ്ലോ നെരൂദയ്ക്ക് ഒരു സ്തുതിഗീതം, ആ കവിതകളൊക്കെ വരുന്നത് എവിടെയാണ്? 18 കവിതകൾ എന്നുള്ള കവിതാ സമാഹാരത്തിലാണ്. പിന്നീട് അമാവാസി എന്നുള്ള കവിതാ സമാഹാരം വരുന്നു. അമാവാസി, പിറക്കാത്ത മകനെ, ഒരു കാമുകന്റെ ഡയറി, പോകൂ പ്രിയപ്പെട്ട പക്ഷി എന്നീ കവിതകളൊക്കെ അതിൽ വരുന്നതാണ്. യാമിനി നൃത്തം, ഗസല് 1987 ഗസൽ എന്ന കവിതാ സമാഹാരം വരുന്നത്. ഗസൽ ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കവിത ഏതിലാണ്? ഗസൽ എന്ന കവിതാ സമാഹാരത്തിലാണ് ഉൾക്കൊള്ളുന്നത്. പിന്നെ 1994 മാനസാന്തരം എന്നുള്ള കവിതാ സമാഹാരം, താതവാക്യം, എവിടെ ജോൺ, ഈ കവിതകളൊക്കെ എവിടെയാണ് വരുന്നത്? മാനസാന്തരത്തിലാണ് വരുന്നത്. 1998 ഡ്രാക്കുള എന്ന കവിതാ സമാഹാരം വരുന്നു. ഡ്രാക്കുള, ഗന്ധർവൻ, വെളിവ്, അന്ത്യാഭിലാഷം തുടങ്ങിയ കവിതകളൊക്കെ അതിലാണ് വരുന്നത്. 2007 ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മഹാകവിതകൾ എന്ന പേരിൽ ഒരു കൃതി ഇറങ്ങുന്നുണ്ട്. മഹാനടൻ എന്ന പേരിൽ ഒരു ലേഖനവും ആരെഴുതിയിട്ടുണ്ട്? ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയിട്ടുണ്ട്. എക്സാം ഓറിയന്റഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടുന്ന ആള് തന്നെയാണ്. കടമനിട്ട രാമകൃഷ്ണൻ, കുറത്തി അല്ലെ, പ്രധാനപ്പെട്ട കവിതയല്ലേ കുറത്തി. പിന്നെ കുറത്തി. പിന്നെയുള്ള കവിതകൾ ഏതൊക്കെയാ? കടമനിട്ട രാമകൃഷ്ണന്റെ പടയണി താളത്തിൽ മലയാളത്തിൽ കവിതകൾ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള കടമനിട്ടയുടെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ? പറയൂ. കടമനിട്ട രാമകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാണ്? കുറത്തി, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, സൂര്യശില, കോഴി, കാട്ടാളൻ, ചാക്കാല, ഒരു പശുക്കുട്ടിയുടെ മരണം, ശാന്ത, ഇതൊക്കെ ആരുടെ കൃതികളാണ്? കടമനിട്ട രാമകൃഷ്ണന്റെ കൃതികളാണ്. കുറത്തിയിലെ വരികളും കാട്ടാളനിലെ വരികളൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കണം. മരഞ്ചൂരൽ മലയിൽ നിന്നും കുറത്തിയെത്തുന്നു എന്ന് തുടങ്ങുന്ന കവിത, നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടുതിന്നില്ലേ, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളാ എന്ന് തുടങ്ങിയ വരികൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുള്ള വരികളാണ്. ഓക്കെ. ജലം കൊണ്ട് മുറിവേറ്റവൻ എന്ന ശീർഷകത്തിൽ ഓർക്കയുടെ കവിതകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡി വിനയചന്ദ്രനാണ്. ഇനി പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചുള്ള പൂർവോത്തര ക്രമം. പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചുള്ള ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ തന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് ഫോക്കസ് ചെയ്ത് കിട്ടാം. ഇതിന്റെ വർഷങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യമാണ്. പറയൂ. പ്രസിദ്ധീകരണ വർഷം അനുസരിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ, എഴുത്തുകാരൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കൃതികളുടെ ഒപ്പം തന്നെ അത് ആരുടെ കൃതിയാണ് എന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും ആദ്യത്തെ കൃതി? സി ആണ് ആൻസർ എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ സി ആണ്, ഓപ്ഷൻ സി ആണ് ആദ്യത്തെ കൃതി എന്നാണോ പറയുന്നത്? അതെ അതെ. ഏതാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി, EMS. ഇതിങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ഇതാണ് ഏത് കൃതി? ആദ്യത്തെ കൃതി അല്ലെ? കേരളം മലയാളികളുടെ മാതൃഭൂമി, ഈ കൃതി തന്നെയാണ് ആദ്യത്തെ കൃതിയായിട്ട് വരിക. അത് കഴിഞ്ഞാൽ EMS കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൃതി ആരുടെ ആയിരിക്കും? EMS കഴിഞ്ഞാൽ അടുത്ത കൃതി, നമ്മൾ കേരള ചരിത്രം പഠിക്കുന്നതല്ലേ, അടുത്ത കൃതി ആരുടെയാ? A. ശ്രീധരമേനോൻ. ഇദ്ദേഹത്തിന്റെ കൃതിയാണ് A. ശ്രീധരമേനോൻ. കേരള ചരിത്രം. കേരള ചരിത്രം കഴിഞ്ഞിട്ട് നോക്കൂ, കേരള ചരിത്രം കഴിഞ്ഞിട്ട് വരുന്ന കൃതി ഏതായിരിക്കും? KN ഗണേശ് അല്ല, പിന്നെയാണ് ആരുടെ? കേരള സാംസ്കാരിക ചരിത്രം, PK ഗോപാലകൃഷ്ണന്റെ കൃതി വരുന്നത്. കേരള സാംസ്കാരിക ചരിത്രം PK ഗോപാലകൃഷ്ണൻ അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് വരുന്നു? അപ്പൊ ആദ്യം വരുന്നത് സി ആണെന്ന് പറഞ്ഞു, രണ്ടാമത് A എന്നുള്ള കൃതി, പിന്നെ മൂന്നാമത് വരുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്നുള്ള കൃതി PK ഗോപാലകൃഷ്ണൻ. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഏത് കൃതി വരുന്നത്?
കേരളം, സോറി ഏതാണ് രണ്ടാമത് വരുന്നത്? CAE, യെസ്. പിന്നെ രണ്ടാമത് വരുന്നത് കേരളത്തിന്റെ ഇന്നലകൾ, KN ഗണേശിന്റെ കേരളത്തിന്റെ ഇന്നലകൾ. ഏറ്റവും അവസാനമാണ് വസന്തമാഷിന്റെ ഏത് കൃതി വരുന്നത്? നമ്മൾ നടന്ന വഴികൾ എന്നുള്ള കൃതി വരുന്നത്, അല്ലെ? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള കൃതി എന്ന് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ബാക്കിയുള്ള 2 ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് രണ്ടാണ്. ഇവിടെ C കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്നത് E ആണ്, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രമാണ്. പക്ഷെ അതിനു മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? ശ്രീധരമേനോന്റെ കൃതി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രസിദ്ധീകരണ ക്രമം അനുസരിച്ച് പൂർവോത്തര ക്രമം എന്ന് പറയുന്ന സമയത്ത് കേരളം മലയാളികളുടെ മാതൃഭൂമി, EMS. അതിനുശേഷം ശ്രീധരമേനോന്റെ കേരള ചരിത്രം എന്നുള്ള കൃതി, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം PK ഗോപാലകൃഷ്ണന്റെ കൃതിയാണ് അടുത്തതായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? കേരളത്തിന്റെ ഇന്നലകൾ KN ഗണേശ്, നമ്മൾ നടന്ന വഴികൾ SK വസന്ത്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്താണ്? പ്രസിദ്ധീകരണ വർഷമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്. അതിനു മുമ്പ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അത് കൂട്ടിച്ചേർക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കി ഇല്ലേ? ഇവിടെ നമ്മൾ മലയാള ഭാഷ വ്യാകരണം 1860 എന്നാണ് വരെ പറഞ്ഞത്. 1860 മലയാള ഭാഷ ചോദ്യോത്തരാണ് വരുന്നത്. മലയാള ഭാഷ വ്യാകരണം 1851 കേട്ടോ കൃതി വരുന്നത്. ആ കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാണ്. 1851 ഏത് കൃതി വരുന്നത്? 1851 മലയാള ഭാഷ വ്യാകരണത്തിന്റെ 1ാം പതിപ്പ് ഹെർമൻ ഗുണ്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട 10 ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.